ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉപരോധങ്ങളെയും സൈനിക വെല്ലുവിളികളെയും അതിജീവിച്ച് പശ്ചിമേഷ്യയിൽ തങ്ങളുടെ അപ്രമാദിത്വം ഉറപ്പിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ ഉന്നത നേതാക്കളെയും സൈനിക കമാൻഡർമാരെയും വധിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന നീക്കങ്ങൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ നിഷ്പ്രഭമാകുന്നു. തകർച്ചയുടെ അക്കങ്ങൾ നിരത്തുന്ന പാശ്ചാത്യ കണക്കുകളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഏതു പ്രതിസന്ധിയിലും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള തങ്ങളുടെ കരുത്താണ് ഇറാൻ ഇന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർന്നുവന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് മിസൈൽ വർഷങ്ങളിലൂടെയാണ് ഇറാൻ മറുപടി നൽകുന്നത്. നേതൃത്വത്തിന് നേരെ എത്ര വലിയ ആഘാതമുണ്ടായാലും തങ്ങളുടെ പോരാട്ടവീര്യം ചോരില്ലെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. പൂർണ്ണ കീഴടങ്ങൽ എന്ന അമേരിക്കൻ ധാർഷ്ട്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നതിനു പകരം പശ്ചിമേഷ്യയിൽ പുതിയൊരു സ്റ്റാറ്റസ് കോ നിർണയിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് ദശകങ്ങളായി തുടരുന്ന പാശ്ചാത്യ അധിനിവേശത്തിനെതിരെയുള്ള പേർഷ്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പാണ്. ഹോർമുസ് കടലിടുക്കിലെ നിയമങ്ങൾ ഇനി ഇറാൻ തീരുമാനിക്കുമെന്ന പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ പ്രസ്താവന ലോകശക്തികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും നിയന്ത്രിക്കുന്ന ഈ സമുദ്രപാതയിൽ ഇറാന്റെ അനുവാദമില്ലാതെ ഒരു കപ്പൽ പോലും നീങ്ങില്ലെന്ന സാഹചര്യം അവർ സൃഷ്ടിച്ചെടുത്തു. പഴയ പ്രോട്ടോകോളുകൾക്ക് വിട നൽകിക്കൊണ്ട് ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പുതിയ ഉടമ്പടികൾക്കായി ലോകം ഇറാനിലേക്ക് നോക്കേണ്ടി വരും. ഇറാന്റെ യുദ്ധതന്ത്രം അസമമായ പോരാട്ടത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. തങ്ങളെ തകർക്കാൻ വരുന്നവർക്ക് അതിനേക്കാൾ വലിയ സാമ്പത്തിക സൈനിക നഷ്ടങ്ങൾ വരുത്തിവെക്കുക എന്നതാണത്. ആഗോള ഊർജ വിപണികളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് യുദ്ധം തുടരുന്നത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും താങ്ങാനാവില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞു. വിജയം എന്നത് കേവലം ഭൂമി പിടിച്ചെടുക്കലല്ല, മറിച്ച് ശത്രുവിനെ കൊണ്ട് മതി എന്ന് പറയിപ്പിക്കുക എന്നതാണെന്ന് ഇറാൻ ലോകത്തെ പഠിപ്പിക്കുന്നു. ഭരണകൂടം തകരുമെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതീവ വികേന്ദ്രീകൃതമായ ഒരു സൈനിക വ്യൂഹത്തെയാണ് ഇറാൻ വിന്യസിച്ചിരിക്കുന്നത്. IRGC തയ്യാറാക്കിയ അടിയന്തര പദ്ധതികൾ പ്രകാരം കമാൻഡ് ഘടനയിൽ ആരു മാറ്റപ്പെട്ടാലും താഴെ തട്ടിലുള്ള യൂണിറ്റുകൾക്ക് സ്വതന്ത്രമായി പോരാടാൻ സാധിക്കും. ഈ ഒരു കരുത്താണ് അമേരിക്കൻ ഇന്റലിജൻസിനെ പോലും അമ്പരപ്പിക്കുന്നത്. എത്ര വലിയ ആക്രമണം നടന്നാലും തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശേഷി ഒട്ടും കുറഞ്ഞിട്ടില്ല. മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. ഇറാന്റെ സ്ഥിരത തകർത്താൽ പേർഷ്യൻ ഗൾഫിൽ ആർക്കും സമാധാനമായി ഇരിക്കാൻ കഴിയില്ല. അമേരിക്കൻ താവളങ്ങളെയും ഊർജ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ കൃത്യതയാർന്ന ആക്രമണങ്ങൾ അയൽ രാജ്യങ്ങളെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കയെ മാത്രം വിശ്വസിക്കുന്നത് അപകടമാണെന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. 5 പതിറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റിൽ നിലനിന്നിരുന്ന അമേരിക്കൻ ആധിപത്യം തകർന്നുവെന്നാണ് ഇറാൻ സൈനിക വക്താക്കൾ പ്രഖ്യാപിക്കുന്നത്. മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളിലും അവസാന വാക്ക് അമേരിക്കയായിരുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇറാനെ അവഗണിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഒരു വെടിനിർത്തലോ സമാധാന കരാറോ സാധ്യമല്ല. ഈ രാഷ്ട്രീയ വിജയം ഇറാന്റെ നയതന്ത്ര മികവിന്റെയും സൈനിക ദൃഢതയുടെയും ഫലമാണ്. പട്ടിണിയും ഉപരോധങ്ങളും കൊണ്ട് ഇറാനിയൻ ജനതയെ ഭരണകൂടത്തിനെതിരെ തിരിക്കാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. ദേശീയത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രതിരോധ സംസ്കാരം ഇറാനിൽ രൂപപ്പെട്ടിരിക്കുന്നു. പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ ഇറാനിയൻ സമൂഹത്തെ കൂടുതൽ ഐക്യപ്പെടുത്തുകയാണ് ചെയ്തത്. യുദ്ധകാലക്ഷാമങ്ങളെ പോലും അതിജീവിച്ച് തങ്ങളുടെ രാജ്യത്തിന്റെ അന്തസ്സിനായി പോരാടാൻ അവർ സജ്ജരാണ്. ഇറാന്റെ ലക്ഷ്യം കേവലം ഒരു യുദ്ധവിജയമല്ല, മറിച്ച് ബഹുധ്രുവ ലോകക്രമത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക എന്നതാണ്. ചൈനയും റഷ്യയുമായുള്ള ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സഹകരണം അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ അവരെ സഹായിക്കുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരത ഇറാന്റെ സ്ഥിരതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം പാശ്ചാത്യ ലോകത്തിന് അംഗീകരിക്കേണ്ടി വരും. അവസാനം ഇറാൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശം ലളിതമാണ്: ഭീഷണികൾക്ക് മുന്നിൽ പേർഷ്യൻ വീരം പണയം വെക്കില്ല. യുദ്ധാനന്തരം വരാനിരിക്കുന്ന പുതിയ ലോകക്രമത്തിൽ വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് ഇറാന്റെ അധികാരമായിരിക്കും. അതിജീവനത്തിലൂടെ അധികാരം വീണ്ടെടുക്കുന്ന ഇറാന്റെ ഈ പോരാട്ടം ചരിത്രങ്ങളിൽ സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തും. ഹോർമുസ് കടലിടുക്കിന്റെ കാവൽക്കാരായി, മേഖലയുടെ വിധി നിർണയിക്കുന്ന ശക്തിയായി ഇറാൻ ജ്വലിച്ചു നിൽക്കും.